റോസ്മേരിയുടെ വിവാഹം നിശ്ചയമായിരുന്നു ഇന്നലെ. പക്ഷേ നടന്നില്ല. പള്ളിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മനസ്സമ്മതം ചോദിച്ചപ്പോൾ അവൾ തുറന്നു പറഞ്ഞു സമ്മതമല്ലെന്ന്. പിന്നെ ആകെ പ്രശ്നമായി. എന്ത് ചെയ്യാനാ? ചെറുക്കനും കൂട്ടരും അവരുടെ പാട്ടിന് പോയി. എന്നിട്ട് ബാക്കി വിശേഷമൊന്നും എനിക്കറിയില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവളെ കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും 2 ദിവസം കഴിഞ്ഞ് നീ അവളെ ഒന്ന് വിളിക്കേ, അല്ലെങ്കിൽ അവിടം വരെ ഒന്ന് വാ. ആ പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. നീ എന്നെ ചീത്ത പറയരുത്. വളച്ചൊടിക്കാതെ കാര്യം പറയടാ. നിന്റെ അച്ഛന്റെ കാര്യം ഞാൻ അശ്വിനോട് പറഞ്ഞു. എന്തുകൊണ്ട് അവനെ നേരത്തെ അറിയിച്ചില്ലെന്ന് ചോദിച്ച് അവൻ ചീത്ത പറഞ്ഞു. ഇന്നലെ അവൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. അവനോട് പറയണ്ടായിരുന്നു. പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ അച്ഛന്റെ ജയിലിലെ സ്ഥിതി ഞാനും കണ്ടതല്ലേ. ഇത് പറയാൻ വേണ്ടിയാ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വന്നത്. ഇന്ന് തന്നെ തിരിച്ചു പോകും. സാറ് പറഞ്ഞ നേരാണ്. അത് ഇതുവരെ കൺഫേം ഒന്നും ആയിട്ടില്ല. അനന്തന്റെ അറസ്റ്റിനെ കുറിച്ച് അവർ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാവും. ഡൽഹിയിൽ ആരെ അനന്തം പിടിച്ചത്? ആരെങ്കിലും ഉണ്ടോടോ അയാൾക്ക് അവിടെ? എനിക്കറിയത്തില്ല. അനന്തനെ പുറത്തു വിടാതിരിക്കാൻ ഇനി എന്താ ഒരു മാർഗം എന്ന് പറഞ്ഞ എനിക്കെന്ത് ചെയ്യാനൊക്കും? ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. വിടുവെന്ന അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊരു നെറിവുകേടാ അയാൾ കാണിച്ചത്. നീ എന്തോന്നാ പറഞ്ഞ്? ആഭ്യന്തരമന്ത്രി ചേക്കുടി പ്രദേശിന്റെ സ്വകാര്യ സ്വത്താണെന്നോ നിന്റെ ഒക്കെ താളത്തിന് തുതുള്ളാൻ? അല്ല, ഞാൻ എന്തോന്ന് ഞാൻ ചെയ്യാവുന്നതിനപ്പുറം അയാൾ ചെയ്തത് നിന്നെയൊക്കെ കണ്ടിട്ടാണെന്നാ വിചാരം? മനുഷ്യനായ നന്ദി വേണം. നാക്കിന് ഞരമ്പില്ലാതെ സംസാരിക്കുന്ന എവനാ ഇപ്പൊ നീയും തുടങ്ങി. അയ്യോ വർക്കിച്ചേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഒന്ന് ക്ഷമിക്ക്. അയാളുടെ മുകളിലുള്ളവർ പറഞ്ഞ അയാൾക്ക് ഒഴിവാക്കാൻ ഒക്കുവോ? അനന്തം തിരിച്ചു വന്ന പകരം വീട്ടുമെന്നുള്ള ഭയമാണോ? അക്കാര്യത്തിന് ഒരു സംശയവും വേണ്ട. എണ്ണം പറഞ്ഞ അയാള് കണക്ക് തീർക്കും. അനന്തന്റെ കാര്യം വെച്ചാൽ ഇങ്ങോട്ട് വിട്ടുക. ബാക്കിയാന്ന് നോക്കിക്കോളാം. നീ ഒന്ന് വിട്ടുകൂടെ? അവൻ അവിടെ നടത്തും. അക്കാര്യത്തിൽ എന്താ സംശയം? ചെറിയാൻ കുഞ്ഞിനെ കൊച്ചാക്കൊന്നും വേണ്ട. അന്ന് കല്യാണ പാർട്ടി വെച്ചൊരു അബദ്ധം പറ്റിപ്പോയെന്ന് വെച്ച് താനെന്താടോ പണിക്കരെ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞേ? പറയാം. എന്താടോ കാര്യം? നിങ്ങൾ കാരണം എനിക്കൊരു വൻ നഷ്ടം ഉണ്ടായി. അതിന് സ്വർണം ഞങ്ങളല്ലേ? എന്റെ പൈസ പോയില്ലേ? താൻ ഇത് പറയാനാ വന്നേ? അല്ല, നാളെ മിക്കവാറും അനന്തം പുറത്തിറങ്ങും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എനിക്കും. അനന്തനെ മാത്രമല്ല, അയാളുടെ വേണ്ടപ്പെട്ടവരെയും ശിക്ഷിപ്പിക്കാനുള്ള ഒരു തെളിവ് എന്റെ പക്കലുണ്ട്. എന്താന്ന് പറയടൂ. പക്ഷെ നഷ്ടപ്പെട്ട എന്റെ കാശ് കിട്ടണം. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ഞാൻ തരാം. താൻ കാര്യം പറ. പറയാൻ വാ. ഈ കഥ വളർത്തരെ. ഞാൻ കാരണം സാറിന് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നു. ഓ, അത് സാരമില്ല. വരട്ടെ. ഓ, ഞാൻ ക്രൈംബ്രാഞ്ച് SP ആണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഒരു വാറണ്ട് ഉണ്ട്. എന്താ കാര്യം? വായിക്കടോ. അനന്തൻ മകൾ രമയുടെ മെഡിക്കൽ കോളേജ് അഡ്മിഷന് വേണ്ടി മാർക്ക് ലിസ്റ്റ് തിരുത്തിയ കേസിൽ 1-ാം പ്രതി കീഴ്ക്കോട് പരമേശ്വരൻ മകൻ അനന്തൻ 55 വയസ്സ്, 2-ാം പ്രതി കീഴ്ക്കോട് അനന്തൻ മകൾ രമ 19 വയസ്സ് എന്നീ പ്രതികളെ. സാർ, എന്റെ മകൾ നിരപരാധിയാണ്. അവളെ ഒന്നും ചെയ്യരുത്. അതൊക്കെ കോടതി പറഞ്ഞാൽ മതി. സാർ, ഞങ്ങൾ കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊള്ളാം. നിങ്ങൾ ജയിപ്പിക്കാറുണ്ടോ? മോൾ ഇക്കാര്യത്തില് തന്നോട് കേറാനല്ലേ പറഞ്ഞേ? അവൾ നിരപരാധിയാണ്. തന്നോട് കേറാനല്ലേ പറഞ്ഞേ? ഒരു കാരണവശാലും തന്നോടല്ലേ പറഞ്ഞേ? കയ്യിൽ പെടരുത്. മോനെ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അവളെ വിട്ടുകൊടുക്കരുത്. ജീവൻ പോയാലും മോളെ വിട്ടുകൊടുക്കരുത്.
ആശാനും കേസി വന്ന് വീട്ടിൽ പോണം. അവർ എത്ര നിർബന്ധിച്ചാലും രമയെ വിട്ടുകൊടുക്കരുത്. ആശാനെ, എനിക്ക് മനസ്സിലായി, വിട്ടുകൊടുക്കില്ല. എന്തു വന്നാലും ശരി. സാർ പ്ലീസ്, ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യരുത്. മാറണം അങ്ങോട്ട്. മര്യാദയ്ക്ക് മാറുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. അവൾ നിരപരാധിയാണ്. ആരൊക്കെയോ വൈരാഗ്യം കൊണ്ട്. അതെല്ലാം കോടതി പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. സാറിനില്ല സഹോദരിമാര്, ആ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. അറസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തരുത്. ഡിവൈഎസ്പിയോട് പറഞ്ഞപ്പോ അയാൾക്ക് വലിയ വിഷമം അനന്തന്റെ മോളെ അറസ്റ്റ് ചെയ്യാൻ. ഞാൻ കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു. അയാൾ ആളെ അയച്ചിട്ടുണ്ട്. എന്താടോ പേപ്പർ കീറുന്നേ? അവന്റെ ആ ഡിവൈഎസ്പിയുടെ ചീട്ട് കീറാൻ സമയമായല്ലോ എന്ന് ഓർത്ത് കീറിപ്പോയതാ. അപ്പൊ കാശ് ഉടനെ തരാൻ പറയണം. തരാടോ പണിക്കരെ, ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓ, ഞാൻ പ്രതീക്ഷിക്കും. എത്തിക്കാടോ. ആ എന്താ? എന്റെ അച്ഛനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അനിയത്തിക്ക് അറസ്റ്റ് വാറന്റുണ്ട്. അവൾ നിരപരാധിയാണ്. ദയവ് ചെയ്ത് അവളെ അറസ്റ്റ് ചെയ്ത് അപമാനിക്കരുത്. ഇതേ പോലീസ് സ്റ്റേഷൻ അല്ല, എന്റെ വീടാ. അനിയത്തിയെ അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ കാണേണ്ടവരെ താൻ കാണണം. അവിടെ ചെന്നപ്പോ അറിയാൻ കഴിഞ്ഞത് ഈയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവിടാണെന്നാ. ഓഹോ, എങ്കിൽ ദാക്ഷിണ്യം ഒട്ടും പ്രതീക്ഷിക്കണ്ട. അവളെ അറസ്റ്റ് ചെയ്യും. തന്നെ കൊണ്ട് ഞാൻ വേണ്ടെന്ന് പറയിപ്പിച്ചാലോ? എന്താ ഭീഷണിയാണോ? അതെ, ഭീഷണിയാ. ശങ്കരേട്ടാ, രാമൻകുട്ടിയോ? താനെന്താ ഇവരുടെ കൂടെ? എന്താ ഇയാളെ ഞങ്ങൾക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചോ? അതോ ഇയാളൊന്നും മിണ്ടില്ലെന്ന് കരുതിയോ? പണിക്കരെ, ആരായി രാമകുട്ടി? ഞാൻ പറയാം. ഇയാളാണ് പണിക്കരുടെ മാർക്ക് ലിസ്റ്റുകൾ തിരുത്തി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥൻ. അഡ്മിഷൻ വേണ്ട ആളുകളെ തേടിപ്പിടിച്ച് വൻ തുകകൾ വാങ്ങി ഇയാൾക്ക് നക്കാപ്പിച്ചു കൊടുത്ത് പണിക്കർ കാര്യം സാധിക്കും. എന്റെ അനിയത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത് അവസാനിക്കില്ല. അവളുടെ പേര് കോടതിയിൽ വന്നാൽ പല പ്രമുഖന്മാരുടെ മക്കളുടെ പേരും അവിടെ വെച്ച് പുറത്താകും. അക്കൂട്ടത്തിൽ സാറിന്റെ സുഹൃത്തും രക്ഷിതാവുമായ ആഭ്യന്തരമന്ത്രി ഗോപാലപിള്ളയുടെ മകളുടെ പേരും വരും. മന്ത്രിയുടെ മകളായതുകൊണ്ട് കോടതിയിൽ കേസ് ചാർജ് ചെയ്യില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ. പാവം കുറച്ച് ദിവസം അയാളുടെ മന്ത്രി കസേരയിലോട്ട് കയറിയിട്ട് അതിന് മുമ്പേ ചീഞ്ഞ് നാറി ഇറങ്ങേണ്ടി വരും. ഇനി താൻ തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്? ഈ പറഞ്ഞതെല്ലാം നേരാണോട് പണിക്കരെ? ഹലോ, കമ്മീഷണർ അല്ലേ? ഇത് എബ്രഹാം വർക്കി. ഞാൻ മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്ന ആ കേസ് രജിസ്റ്റർ ചെയ്യണ്ട. എന്തായി? കമ്മീഷണർ വിളിച്ചിരുന്നു, അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പാപ്പുവാ. എന്റെ മോളെവിടെ? അവര് നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ കമ്മീഷണറുടെ ഫോൺ വന്നത്. എന്റെ മോളെവിടെ? അകത്തുണ്ട്. മോളെ, 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 അവരെ മോളെ. സാരമില്ല മോളെ, സാരം. ഡാഡി അന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇന്നലെ ആന്റിയെ വിളിച്ചിരുന്നു. കുറച്ച് തണുത്തിട്ടുണ്ടെന്നാ ആന്റി പറഞ്ഞത്. അർജുൻ എന്ന് വരും? വരാം, എത്രയും പെട്ടെന്നെത്താം. അച്ഛന് വിശേഷമൊന്നുമില്ല. ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ വരുന്നു. വയ്ക്കട്ടെ, നേരിട്ട് കാണുമ്പോ പറയാം. നീ എന്നാ ബാംഗ്ലൂർക്ക് പോകുന്നേ? തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കണം. നീ എത്രയും പെട്ടെന്ന് ചെന്ന് റോസ്മേരിയെ കൂട്ടിക്കൊണ്ടു പോരണം. അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ രമ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അന്നൊരിക്കൽ പറഞ്ഞത് വീണ്ടും ഞാൻ പറയുകയാണ്. ഇഷ്ടമുള്ള പെൺകുട്ടിയെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പഠിത്തം തുടരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ വേണ്ടെന്ന് വെച്ചു. രമയും അത് തന്നെ പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചില്ല.
നീയും അവളും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഏറെ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ നിമിത്തം ഞാൻ അനുഭവിക്കേണ്ടവനാണ്. അറിഞ്ഞുകൊണ്ട് എത്രയോ തെറ്റുകൾ ചെയ്തു. അതൊന്നും സാരമില്ല അച്ഛാ. അല്ലാതെ നീ വേറെ എന്തു പറയും? നീ എന്റെ കൂടെ ഉണ്ടാവുമ്പോ മനസ്സിനൊരാശ്വാസം. നീ ഇന്ന് പ്രാപ്തനാണ് എന്നെക്കാൾ. ഈ നാടും ഇവിടുത്തെ ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട അച്ഛാ. നമുക്ക് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യാം. പിന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരുപാട് കണക്കുകൾ തിരിച്ചു ചോദിക്കാൻ അച്ഛന്റെ മനസ്സിൽ ബാക്കിയുണ്ടാവും. അതൊക്കെ മറക്കണം. എനിക്കും രമയ്ക്കും വേണ്ടി ഇനിയുള്ള കാലം സമാധാനത്തോടെ കഴിയണം. അതും കൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബാംഗ്ലൂർക്ക് പോകാമെന്ന്. അച്ഛൻ ചിരിച്ചതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരുത്തൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു എന്ന്. അതൊന്നും ഓർത്തല്ല ഞാൻ ചിരിച്ചത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു നീ പ്രാപ്തനായി എന്ന്. അത് നിന്റെ വാക്കുകളിൽ കാണാം. അതിന്റെ കൗതുകം ഓർത്ത് ചിരിച്ചതാണ്. ഇവിടം വിട്ടുപോകുന്ന കാര്യമൊക്കെ നമുക്ക് വഴി ആലോചിക്കാം. ഏതായാലും അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ലല്ലോ. നീ ആദ്യം പോയി ആ റോസ്മേരി വിളിച്ചോണ്ടോ. ചേട്ടൻ എന്ന് തിരിച്ചു വരും? 2 ദിവസത്തിനകം ഞാൻ തിരിച്ചെത്തും. അച്ഛനെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കരുതെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞേക്കണം. അത് ശരിയാണ് വർക്കിച്ചേട്ടാ. പക്ഷെ പറയാനുള്ളത് പറയാണ്ടിരിക്കാൻ പറ്റൂ. അവൻ ശത്രു ആയാലും ഒരു കാര്യം അംഗീകരിച്ചേ ഒക്കൂ. ബുദ്ധിയിലും ശക്തിയിലും അവൻ അനന്തനെ കവച്ചു വെക്കും. ചേക്കുടി മൂത്തതിനോടും ഇളയതിനോടും വർക്കിച്ചേട്ടനോടും പല പ്രാവശ്യം പറഞ്ഞില്ലേ ആ പലിശക്കാരൻ പണിക്കരെ നമ്പരുതെന്ന്. പണിക്കരെ നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം. പിന്നെ എന്താ പ്രശ്നം? ക്യാബിനിലുണ്ട്. ഞാനും കൂടി വരാം. ആ ആന്റണി കൊടുത്ത കേസിന് കോടതിയിൽ നിന്ന് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തുള്ള ആന്റണിയുടെ ഫാക്ടറി പരിശോധിച്ച് ശരിയാണോന്ന് അറിയാൻ. പുലിവാലാകുമല്ലോ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടം എന്നാ കോടതി പറഞ്ഞിരിക്കുന്നത്. അവരൊന്ന് നോക്കുമ്പോ ഇന്നലെയും കൂടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറി ആണെന്ന് കാണുമല്ലോ. ആ വർക്ക് എവിടെ? അയാൾ എന്ത് ചെയ്യാനാ? അച്ചായനെ സമ്മതമാണെങ്കിൽ ഞാൻ വഴി ഉണ്ടാക്കാം. ഇത് പ്രശ്നമാകുമേ. അല്ല, അവിടെ പ്രശ്നമാകും. ആ മനസ്സിലായി. അവൻ ഇന്നലെ പോയി ബാംഗ്ലൂർക്ക്. നാളെ രാവിലെ വരും. വരുമ്പോ പറഞ്ഞാൽ മതിയല്ലോ. പച്ചക്കട്ടെ. ഓ, ആരാച്ചത്? ആ DYSP പവിത്രനാ. എന്താ ആന്റണി? ആ ചേക്കുടിക്കാരുടെ ആളെല്ലാം ചേർന്ന് എന്റെ ഫാക്ടറി ആകെ തല്ലിപ്പൊളിക്കുകയാണ്. നീ വാ.